and sufficient condition ആണ് പറയുന്നത്. അപ്പം a function f is uniformly continuous in an open interval ab if and only if it can be defined at the end points. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എയിലും ബിയിലും at the end points a and b such that the extended function is continuous on closed interval ab. അപ്പോൾ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആവണമെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എഫ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു എഫ് ക്യാൻ ബി അല്ലെങ്കിൽ എഫ് ക്യാൻ ബി ഡിഫൈൻഡ് അറ്റ് ദ പോയിന്റ്സ് എഫ് ക്യാൻ ബി ഡിഫൈൻഡ് അറ്റ് ദ പോയിന്റ്സ് എ ആൻഡ് ബി എൻ പോയിന്റുകൾ രണ്ടിലും എയും ബി രണ്ട് പോയിന്റുകളിലും എഫ് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആ എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഇൻ ആൻ ഓപ്പൺ ഇന്റർവൽ എ ബി if and only if it can be defined at the endpoints a and b such that the extended function is continuous on closed interval a b. അപ്പോൾ ഈ തിയറം ശരിക്കും പറഞ്ഞാൽ പേരുള്ള തിയറം ആയതുകൊണ്ട് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിക്കാവുന്ന ഒരു തിയറമാണ്. കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം. അതായത് കണ്ടിന്യൂസ് ഫംഗ്ഷനെ നമുക്ക് കണ്ടിന്യൂസ്ലി അതിന്റെ എൻ പോയിന്റുകളിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ആദ്യം സപ്പോസ് ചെയ്യാണ് എഫ് ക്യാൻ ബി ഡിഫൈൻഡ് അറ്റ് ദ എൻ പോയിന്റ്സ് എ ആൻഡ് ബി. ഈ പാർട്ടാണ് ആദ്യം എടുക്കുന്നത്. ഈ പാർട്ട് ഉണ്ടെങ്കിൽ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി എന്നാണ് കാണിക്കേണ്ടത്. അപ്പം സപ്പോസ് എഫ് ക്യാൻ ബി defined at the endpoints can be defined at the endpoints a and b such that f is continuous on closed interval a b. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കുവാണ്. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. നമ്മൾ എടുക്കുന്നത് എഫ് ഈസ് ഡിഫൈൻഡ് അറ്റ് എൻ പോയിന്റ്സ് എ ആൻഡ് ബി സച്ച് ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറയുമ്പോൾ നമുക്ക് അത് യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് പറയാലോ. കാരണം കണ്ടിന്യൂറ്റി ഇൻ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ അല്ലേ. കണ്ടിന്യൂറ്റി ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ എന്ന് പറയുമ്പോൾ അത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. അപ്പം എഫ് നമ്മൾ എടുക്കുവാണ്. എഫ് ക്യാൻ ബി ഡിഫൈൻഡ് അറ്റ് ദ എൻ പോയിന്റ്സ് എ ബി സച്ച് ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ വരുന്നത് പോലെ നമുക്ക് എഫിന്റെ എൻ പോയിന്റുകൾ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ഇംപ്ലൈസ് എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറയാൻ മേലെ. എഫ് കണ്ടിന്യൂസ് ഓൺ എ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആണ് എങ്കിൽ എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആയിരിക്കും. എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറയുമ്പോൾ അത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂറ്റി ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ നമ്മളിപ്പോൾ പഠിച്ച തിയറം 16 വെച്ചിട്ട് അത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാം. അപ്പം നമുക്ക് എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് കിട്ടി. എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആണെങ്കിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആയിരിക്കും. ഈ ഫുൾ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. അപ്പം നമുക്ക് പറയാം എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബിയും ആയിരിക്കും. ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആയോ? ക്ലിയർ ആയോ പിള്ളേരെ? നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ട് എടുത്തിട്ട് ഫസ്റ്റ് പാർട്ട് ഉണ്ട് എന്നാണ് കാണിച്ചത്.
ഫസ്റ്റ് പാർട്ട് നമ്മൾ എടുത്തത് എഫ് ഡിഫൈൻഡ് അറ്റ് എൻ പോയിന്റ്സ് എ ആൻഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി നമ്മൾ എടുത്തു. കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആണെങ്കിൽ അത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആയതുകൊണ്ട്. അപ്പോൾ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് കിട്ടി. യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആണെങ്കിൽ ഇറ്റ് വിൽ ബി യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി എന്ന് കിട്ടി. അപ്പോൾ ഇതുണ്ട് എങ്കിൽ ഇതുണ്ടെന്ന് കിട്ടി. ഇനി നേരെ തിരിച്ച് എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആണ്. എഫ് ഡിഫൈൻഡ് അറ്റ് എ ആൻഡ് ബി ആണെങ്കിൽ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് നമുക്ക് കാണിക്കണം. ഇതാണ് സെക്കൻഡ് പാർട്ടിൽ കാണിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആണെങ്കിൽ നമുക്ക് ഈ എൻ പോയിന്റുകളിൽ എഫിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നും ആ എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആണെന്ന് നമുക്ക് കാണിക്കാൻ പറ്റണം. എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ ആണ് എങ്കിൽ ആ ഓപ്പൺ ഇന്റർവലിന്റെ എൻ പോയിന്റുകളിൽ നമുക്ക് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നും അങ്ങനെ നമ്മൾ ആ ഫംഗ്ഷനെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്താൽ ആ എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ ദ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പം നമ്മൾ എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി എന്ന് എടുത്തു. എന്നിട്ട് നമ്മൾ ഇനി പറയാൻ പോവാണ് എയിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് നമ്മൾ കാണിക്കുന്നത്. അതുപോലെ സിമിലർ ആയിട്ട് നമ്മൾ ബിയിലും ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എയിൽ ഈ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ പോവാം. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ പോവാം. എക്സ് എൻ ബി എ ലെറ്റ് എക്സ് എൻ ബി എ സീക്വൻസ് ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി. നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇന്റർവെല്ലിലെ ഒരു സീക്വൻസ് ആണ് എക്സ് എൻ ദാറ്റ് കൺവേർജസ് ടു എ എന്ന് എടുക്കുക. ആ എക്സ് എൻ ബി എ സീക്വൻസ് ഇൻ എ ബി ദാറ്റ് കൺവേർജസ് ടു എ. ലിമിറ്റ് ഓഫ് എക്സ് എൻ എ വരുന്ന പോലത്തെ ഒരു സീക്വൻസ് നമ്മൾ ഓപ്പൺ ഇന്റർവൽ എ ബി ഇന്റർവൽ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സീക്വൻസ് എന്തായാലും കിട്ടും. ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആണ്. എക്സ് എൻ ബി എ സീക്വൻസ് ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി സച്ച് ദാറ്റ് ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു എ എന്ന് നമ്മൾ എടുത്തു. ലിമിറ്റ് ഓഫ് എക്സ് എൻ എ ആണ് എങ്കിൽ നമുക്ക് സീക്വൻസ് കൺവേർജന്റ് ആയതുകൊണ്ട് അതൊരു കോഷി സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റുമല്ലോ. സീക്വൻസ് കൺവേർജന്റ് ആയതുകൊണ്ട് എല്ലാ കൺവേർജന്റ് സീക്വൻസുകളും കോഷി സീക്വൻസ് ആണല്ലോ. എവരി കൺവേർജന്റ് സീക്വൻസ് ഈസ് കോഷി അല്ലെ? അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എവരി കൺവേർജന്റ് സീക്വൻസ് ഈസ് എ കോഷി സീക്വൻസ്. എവരി കൺവേർജന്റ് സീക്വൻസ് ഈസ് എ കോഷി സീക്വൻസ്. അതുകൊണ്ട് നമുക്ക് പറയാം സീക്വൻസ് എക്സ് എൻ ഈസ് എ കോഷി സീക്വൻസ് എന്ന് പറയാലോ. നമ്മൾ എടുത്ത എന്താണ്? ഈ ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഉള്ള ഒരു സീക്വൻസ് എക്സ് എൻ നമ്മൾ എടുക്കുവാണ്. അതിന്റെ ലിമിറ്റ് എ വരുന്നത് പോലെ. അതിന്റെ ലിമിറ്റ് എ ആയതുകൊണ്ട് അതൊരു കൺവേർജന്റ് സീക്വൻസ് ആണ്. കൺവേർജന്റ് സീക്വൻസുകളെല്ലാം കോഷി സീക്വൻസ് ആണ്. ഇനി നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പഠിച്ചൊരു തിയറം ആണ്. തിയറം 18 അല്ലേ? തിയറം 18 നമ്മൾ പറഞ്ഞതാണ് എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എ ആണ് എങ്കിൽ എക്സ് എൻ കൺവേർജസ് ടു എക്സ് എൻ ഒരു കോഷി സീക്വൻസും ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എനും ഒരു കോഷി സീക്വൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഇന്നലെ ലാസ്റ്റ് ഡേയിൽ പഠിച്ച തിയറമാണ്. എഫ് ഫ്രം എ ടു ആർ എക്സ് എൻ ഈസ് എ സീക്വൻസ് ഇൻ എ. അതൊരു കോഷി സീക്വൻസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എനും കോഷി ആയിരിക്കും. എഫ് ഓഫ് എക്സ് എൻ ഈസ് എ കോഷി സീക്വൻസ്. നമ്മളിത് ഇവിടെ അപ്ലൈ ചെയ്യുക. നമ്മളിപ്പോൾ എടുത്തത് എന്താണ്? എക്സ് എൻ ഈസ് എ സീക്വൻസ് ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി ദാറ്റ് കൺവേർജസ് ടു എ. എക്സ് എൻ ഒരു കോഷി സീക്വൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം എഫ് ഓഫ് എക്സ് എനും ഈസ് എ സീക്വൻസ്. എഫ് ഓഫ് എക്സ് എൻ ഈസ് എ കോഷി സീക്വൻസ്. അപ്പൊ ഇതൊരു കോഷി സീക്വൻസ് ആയതുകൊണ്ട് കോഷി സീക്വൻസുകളെല്ലാം കൺവേർജന്റ് ആണ്. അതുകൊണ്ട് അതിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാലോ. ഇംപ്ലൈസ് ലിമിറ്റ് എഫ് ഓഫ് എക്സ് എൻ എക്സിസ്റ്റ്. എടുത്തത് ക്ലിയർ ആണോ? നമ്മൾ എക്സ് എൻ എന്നും പറഞ്ഞ് ഒരു കോഷി എക്സ് എൻ എന്നും പറഞ്ഞ് എയിലോട്ട് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് എടുത്തു. കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് ആയതുകൊണ്ട് അതൊരു കോഷി സീക്വൻസ് ആണ്. ലാസ്റ്റ് ഡേയിൽ പഠിച്ച തിയറം 18 അനുസരിച്ച് എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ദ സെറ്റ് എ ആണ്. എക്സ് എൻ ഒരു കോഷി സീക്വൻസ് ഇൻ എയും ആണ് എങ്കിൽ എഫ് ഓഫ് എക്സ് എനും കോഷി ആയിരിക്കും. ഇവിടെ നമ്മൾ എക്സ് എൻ എന്ന് പറഞ്ഞ ഒരു കൺവേർജന്റ് സീക്വൻസ് എടുത്തു. അപ്പൊ എഫ് ഓഫ് എക്സ് എനും ഒരു കൺവേർജന്റ് സീക്വൻസ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എനും ഒരു കോഷി സീക്വൻസ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് എൻ കോഷി ആയതുകൊണ്ട് അതിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ആ ലിമിറ്റിനെ നമുക്ക് ഇപ്പൊ എൽ എന്ന് വിളിക്കാം. ലെറ്റ് ലിമിറ്റ് എഫ് ഓഫ് എക്സ് എൻ ഇസ് ഈക്വൽ ടു എൽ. ഇത്രയും കിട്ടിയോ?
നമ്മൾ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓപ്പൺ ഇന്റർവൽ എ ബി എന്ന് എടുത്തു. ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് എടുത്തു. എന്നിട്ട് ആ ഇന്റർവെല്ലിൽ എയിലോട്ട് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് അല്ലെങ്കിൽ എ ലിമിറ്റ് വരുന്ന പോലെ ഒരു സീക്വൻസ് എക്സ് എൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി എക്സ് എൻ്റെ ലിമിറ്റ് എ ആയതുകൊണ്ട് അതൊരു കൺവേർജൻറ്റ് സീക്വൻസ് ആണ്. കൺവേർജൻറ്റ് സീക്വൻസ് എന്ന് പറയുമ്പോൾ കോഷിയാണ്. അപ്പം എക്സ് എൻ ഇസ് എ കോഷി സീക്വൻസ് ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി ആൻഡ് എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി. സോ എഫ് ഓഫ് എക്സനും യൂണിഫോംലി എഫ് ഓഫ് എക്സനും ഒരു കോഷി സീക്വൻസ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് എൻ കോഷി സീക്വൻസ് ആയതുകൊണ്ട് അതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ലിമിറ്റിനെ നമ്മൾ എൽ എന്ന് വിളിച്ചു. ഇത്രയാണ് നമ്മൾ ചെയ്തത്. മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മൾ another sequence എടുക്കുക. Let un be another sequence in open interval AB. Open interval AB യിലെ another sequence നമ്മൾ എടുക്കുക. un be another sequence in open interval AB such that un converges to എയിലോട്ട് കൺവേർജ് ചെയ്യുന്ന വേറൊരു സീക്വൻസ് നമ്മൾ എടുക്കുവാണ്. എയിലോട്ട് കൺവേർജ് ചെയ്യുന്ന വേറൊരു സീക്വൻസ് യു എൻ എടുക്കുക. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ഓഫ് യു എൻ എ ആയിരിക്കും. ലിമിറ്റ് ഓഫ് യു എൻ എ ആവാം. ലിമിറ്റ് ഓഫ് എക്സ് എൻ യു എൻ മൈനസ് എക്സ് എന്ന് പറയുന്നതോ ലിമിറ്റ് ഓഫ് യു എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് യു എൻ മൈനസ് ലിമിറ്റ് ഓഫ് എക്സ് എൻ വരും. അത് എ മൈനസ് എ ഈക്വൽ ടു 0 എന്ന് വരും. അപ്പം നമുക്ക് ലിമിറ്റ് ഓഫ് യു എൻ എ വരുന്ന പോലെ ഒരു സീക്വൻസ് യു എൻ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ലിമിറ്റ് ഓഫ് യു എൻ മൈനസ് എക്സ് എൻ വിൽ ബി ഈക്വൽ ടു 0 എന്ന് പറയാം. ഇനി ലിമിറ്റ് ഓഫ് യു എൻ മൈനസ് എക്സ് എൻ ഇസ് ഈക്വൽ ടു 0 ആണ്. എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആണ്. നമ്മൾ കണ്ടിന്യൂറ്റിയുടെ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് യു എൻ മൈനസ് എക്സ് എന്നിൻ്റെ ലിമിറ്റ് 0 ആണെങ്കിൽ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് യു എൻ മൈനസ് എഫ് ഓഫ് എക്സ് എന്നും 0 ആയിരിക്കണ്ടേ. എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എങ്കിൽ ലിമിറ്റ് യു എൻ മൈനസ് എക്സ് എൻ 0 എന്ന് പറയുമ്പം ലിമിറ്റ് ഓഫ് എഫ് ഓഫ് യു എൻ മൈനസ് എഫ് ഓഫ് എക്സ് എന്നും 0 ആയിരിക്കണം. യൂണിഫോംലി കണ്ടിന്യൂസിറ്റി പ്രോപ്പർട്ടി നമ്മൾ നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇത് 0 വരുമ്പോൾ ഇതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ വരും. അല്ലാത്തപ്പോൾ നമുക്ക് പറയാം യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എങ്കിൽ ഈ ലിമിറ്റ് 0 വന്നാൽ അതിന്റെ ഫംഗ്ഷന്റെ വാല്യൂസിലെ ലിമിറ്റും 0 ആയിരിക്കും. അപ്പോൾ യൂണിഫോം കണ്ടിന്യൂറ്റി വെച്ചിട്ട് നമുക്ക് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് യു എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ ലിമിറ്റ് എഫ് ഓഫ് യു എൻ കണ്ടുപിടിക്കാൻ പോവാം. ലിമിറ്റ് എഫ് ഓഫ് യു എൻ കാണാൻ വേണ്ടി നമുക്ക് അതിനെ ലിമിറ്റ് എഫ് ഓഫ് യു എൻ പ്ലസ് എഫ് ഓഫ് യു എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ പ്ലസ് എഫ് ഓഫ് എക്സ് എൻ. ഒരു എക്സ് എന്നെ ആഡ് എഫ് ഓഫ് എക്സ് എന്നെ മൈനസ് ചെയ്യുകയും പ്ലസ് ചെയ്യുകയും ചെയ്തു. ഒരു എഫ് ഓഫ് എക്സ് എന്നെ പ്ലസ് ചെയ്യുകയും മൈനസ് ചെയ്യുകയും ചെയ്തു. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഈ രണ്ട് ടേമുകൾ ഒരുമിച്ചും ഇത് നമുക്ക് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ ലിമിറ്റ് എഫ് ഓഫ് യു എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ പ്ലസ് ലിമിറ്റ് എഫ് ഓഫ് എക്സ് എൻ എടുക്കാം. ഇനി നമ്മളിപ്പോൾ 2ൽ പറഞ്ഞു ലിമിറ്റ് എഫ് ഓഫ് യു എൻ മൈനസ് എഫ് ഓഫ് യു എൻ എന്ന് പറയുന്നത് 0 ആണ്. ഇക്വേഷൻ 1 നമ്മൾ പറഞ്ഞായിരുന്നു ലിമിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് എഫ് ഓഫ് യു എൻ ഇസ് ഈക്വൽ ടു എൽ എന്ന് കിട്ടി. അപ്പം നമ്മൾ യു എൻ ഇസ് എ സീക്വൻസ് ഇൻ എ എടുത്തപ്പം നമുക്ക് എഫ് ഓഫ് യു എൻ കൺവേർജസ് ടു എൽ എന്ന് കിട്ടി. അപ്പം നമ്മൾ വേറൊരു സീക്വൻസ് എക്സ് എൻ നമ്മൾ ആദ്യം എടുത്ത സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു എ എന്ന് എടുത്തപ്പോഴും നമുക്ക് എഫ് ഓഫ് എക്സ് എന്നിന്റെ ലിമിറ്റ് എല്ലാം എന്ന് കിട്ടി. വേറൊരു സീക്വൻസ് നമ്മൾ അതായത് നമ്മളൊരു ആർബിട്രറി സീരീസ് എക്സ് എൻ നമ്മൾ ആദ്യം ഒരെണ്ണം എടുത്തു, പിന്നെ നമ്മളൊരു ആർബിട്രറി സീക്വൻസ് എയിലോട്ട് കൺവേർജ് ചെയ്യുന്ന എടുത്തപ്പോൾ അതിന്റെ ലിമിറ്റും അതിന്റെ ഫംഗ്ഷന്റെ ലിമിറ്റും എല്ലാം എന്ന് കിട്ടി. അപ്പം നമുക്ക് എന്ത് പറയാം? എനി സീക്വൻസ് ദാറ്റ് കൺവേർജസ് ടു എ ഫോർ എനി സീക്വൻസ് യു എൻ ദാറ്റ് കൺവേർജസ് ടു എ എഫ് ഓഫ് യു എൻ കൺവേർജസ് ടു എൻ. അപ്പൊ നമ്മൾ ലിമിറ്റ് പഠിച്ച ലിമിറ്റിന്റെ അകത്ത് നമ്മൾ പഠിച്ച സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? എഫ് ഹാസ് ലിമിറ്റ് എൽ അറ്റ് എ എന്ന് പറയാലോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ.
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയാതെ നമ്മൾ ആദ്യം പഠിച്ച സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ലിമിറ്റിൻ്റെ കേസില്ല. അതായത് കഴിഞ്ഞ സെമ്മിൽ നമ്മൾ ലിമിറ്റ് പഠിച്ചപ്പം പഠിച്ച സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വെച്ചിട്ട് ഫോർ എനി നമ്മൾ രണ്ട് സീക്വൻസുകൾ ഒരേ പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യുന്ന എടുത്തപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂസും അതേ ലിമിറ്റിലോട്ട് കൺവേർജ് ചെയ്യുന്നത് പോലെ കിട്ടി. അപ്പോൾ നമുക്ക് പറയാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എല്ലാന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് എ എന്ന് പറയുന്നത് നമുക്കപ്പോൾ എല്ലായിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എല്ലാണ്. സോ നമ്മൾ ആ വാല്യൂ അപ്പൊ നമ്മൾ എഫ് ഓഫ് എ ഈക്വൽ ടു എൽ എന്ന് നമുക്കൊന്ന് എടുക്കാം. എഫ് ഓഫ് എ ഈക്വൽ ടു എൽ എന്ന് നമ്മൾ എടുക്കുവാണ്. അപ്പം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് നമുക്ക് കിട്ടി. എന്നിട്ട് നമ്മൾ എഫ് ഓഫ് എ ഈക്വൽ ടു എൽ എന്ന് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് കിട്ടിയല്ലേ? എഫ് ഓഫ് എയുടെ വാല്യൂ എല്ലാന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? നമ്മൾ ഇവിടെ ചെയ്തപ്പം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ രണ്ട് സീക്വൻസുകളും എയിലോട്ട് കൺവേർജ് ചെയ്തപ്പോൾ അതിന്റെ ഫംഗ്ഷണൽ വാല്യൂ എല്ലിലോട്ട് കൺവേർജ് ചെയ്യുന്നതായിട്ട് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആണ്. എക്സ് അപ്പം നമ്മൾ എഫ് ഓഫ് എ നമ്മൾ എൽ എന്ന് ഡിഫൈൻ ചെയ്താൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് നമുക്ക് കിട്ടി. എന്നിട്ട് നമ്മൾ എഫ് ഓഫ് എ ഈക്വൽ ടു എൽ എന്ന് ഡിഫൈൻ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആണ്. എൽ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എ എന്ന് കിട്ടി. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ എന്ന് പറയാൻ പറ്റേ? കിട്ടിയോ? എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ എന്ന് പറയാലോ. നമ്മൾ ആദ്യം പഠിച്ച ഡെഫിനിഷൻ കണ്ടിന്യൂറ്റിയുടെ ആദ്യത്തെ ഡെഫിനിഷൻ ഒന്ന് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ ആണെങ്കിൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എ എന്ന് പറയാം. ഇവിടെ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എ നമ്മൾ ഡിഫൈൻ ചെയ്തു, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് അത് നമ്മൾ അതായത് നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. എക്സിന്റെ എക്സ് എയിലോട്ട് പോകുമ്പോഴുള്ള ഫംഗ്ഷന്റെ ലിമിറ്റിംഗ് വാല്യൂ അതാണ് നമ്മൾ എഫ് ഓഫ് എ ആയിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് എഫ് കണ്ടിന്യൂസ് അറ്റ് എ എന്ന് കിട്ടി. ഇതേ സിമിലർ ആർഗ്യുമെന്റ് വെച്ചിട്ട് നമുക്ക് അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ബി എഫ് ഓഫ് എക്സിനെ നമ്മൾ എഫ് ഓഫ് ബി എന്ന് ഡിഫൈൻ ചെയ്താൽ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ബി എന്നും കിട്ടും. അപ്പൊ എഫ് കണ്ടിന്യൂസ് അറ്റ് എ ആണ്, എഫ് കണ്ടിന്യൂസ് അറ്റ് ബി ആണ്. എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി ആണ്. അപ്പൊ നമുക്ക് എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി ആണ്. എൻ പോയിന്റുകളിലും കണ്ടിന്യൂസ് ആകുമ്പോൾ നമുക്ക് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എന്ന് കിട്ടും. എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആണെങ്കിൽ അത് യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആകുമ്പോൾ എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എന്ന് കിട്ടുക. യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി ആണ്. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി ആണ്. പിന്നെ എയിലും ബിയിലും കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എന്ന് പറയാം. എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആകുമ്പോൾ എഫ് കണ്ടിന്യൂസ് യൂണിഫോംലി കണ്ടിന്യൂസ്, കാരണം യൂണിഫോം കണ്ടിന്യൂറ്റി ആണ് ഇവിടെ വരുന്നത്. So we can say that f can be extended at the end points such that the extended function is uniformly continuous on closed interval A.